നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, മാസ്റ്റേഴ്സ് കളരി ഹെറിറ്റേജ് മുട്ടം. ഇപ്പോൾ ആളുകളിൽ നമ്മുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് സ്ട്രെസ്സ്, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ തന്നെ പറയാം. ഒന്ന്, മാനസികമായിട്ടൊരു തലമുണ്ട്, രണ്ടാമത് ശാരീരികമായ തലമുണ്ട്. മാനസികമായ തലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആളുകളും തന്നെ പ്രൊഫഷണൽസായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ IT പ്രൊഫഷണലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞൊരു ഘടകമാണ്. ഈ സ്ട്രെസ്സ് രണ്ട് രീതിയിൽ, മെൻ്റലി ആൻഡ് ഫിസിക്കലി, ഈ രണ്ട് കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്ന ഇങ്ങനെയുള്ള കൂട്ടരാണ്. ഇവരെ ഞാനൊരു ഉദാഹരണമായിട്ട് കണക്ക് കൂട്ടിയതാണ്. എല്ലാത്തരം ആളുകളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ മെൻ്റൽ സ്ട്രെസ്സ് പിന്നെ നമ്മളുടെ ബോഡിയിലെ ഫിസിയോളജിയിലേക്ക് കൺവേർട്ടബിൾ ആവും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പരീക്ഷ അടക്കുമ്പോൾ ചിലർക്ക് ഉറക്കമില്ല, അതുപോലെ തന്നെ നമുക്ക് വയറിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാൽ നെഞ്ചിരിച്ചിൽ, ഇതെല്ലാം നമ്മുടെ മാനസികമായ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ലക്ഷണങ്ങളാണ്. ഇതുപോലെ നമുക്ക് ദീർഘനാൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഓരോ തരത്തിലുള്ള ഓരോ അസുഖങ്ങളെ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. പക്ഷേ ആയുർവേദത്തിലത് വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടിട്ടുണ്ട്. ശാരീരികമെന്നും മാനസികമെന്നുമാണ് അസുഖത്തെ ആയുർവേദത്തിൻ്റെ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള അസുഖത്തിന് അടിസ്ഥാനം എന്ന് പറയുന്ന മാനസികമായ ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ ഫിസിയോളജിയെ വല്ലാതെ ബാധിച്ച് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ടാക്കുന്നു. ഈവൻ ക്യാൻസറിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് പോലും സ്ട്രെസ്സാണ് എന്നൊരു പഠനമുണ്ട്. ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി ഉണ്ട്.